ായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? അപ്പോൾ ഇമാതിരിയുള്ള പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അവരുടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് വന്നുയർന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി. അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. കേരളത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന്. ഒന്നാമത്തെ, കേരളത്തിൽ BJP യാതൊരുവിധ പ്രസക്തിയില്ല. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണിയും CPM നേതൃത്വത്തിലുള്ള LDFും ഏറ്റുമുട്ടുകയാണ്. അവിടെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഫാസിസ്റ്റുകൾ പണ്ടുകൊല്ലം മുതലേ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. ഒരു കള്ളം 100 ആവർത്തി പറഞ്ഞ് സത്യമാക്കുന്ന തന്ത്രം. ഹിറ്റ്ലർ പയറ്റിയ തന്ത്രം കേരളത്തിൽ വന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുവെന്നാണ് വിമർശനം. പണ്ട് പറഞ്ഞതും പതിര് തെളിഞ്ഞതുമായ ഒരു കള്ളം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയും തൃശൂർ പൂരവും വിമർശന മുനയിലേക്ക് കൊണ്ടുവരുന്ന മോദിയുടെ തൃശൂർ ദൗത്യം വ്യക്തമാണ്. തൃശൂർ ഉൾപ്പെടെ കേരളത്തിൽ പച്ചപിടിക്കാൻ ഈ പെരുംനുണകൾ കൊണ്ട് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ ചർച്ചയിലെ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി ഡോക്ടർ ഷിജു ഖാൻ, BJP പ്രതിനിധി ജയരാജ് കൈമൾ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം ഡോക്ടർ ഷിജു ഖാനിലേക്കാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഇന്നലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ രാഷ്ട്രീയ പ്രസംഗമാണല്ലോ ഇന്നത്തെ എല്ലാവരുടെയും വലിയ തലക്കെട്ടായി മാറിയിരിക്കുന്നത്. അതിനുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണല്ലോ ഇന്ന് വാർത്തയിൽ ഉടനീളം നിറയുന്നത്. ഈ കേരളത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു എന്നാണ് വിമർശനം. ഒന്ന്, പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉയർത്തിവിട്ട സ്വർണ്ണ കള്ളക്കടത്ത് വിവാദം. ഈ വിവാദം എല്ലാ കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചതാണ്. ഇവിടെ അങ്ങനെ ഒരു സർക്കാർ ഓഫീസിനെ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ഒന്നും ഈ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. പ്രധാനമായും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതുകൊണ്ടെല്ലാം രാജ്യത്തെ പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രധാനമന്ത്രി എന്ന പദവിയുടെ വില കെടുത്തുന്ന പ്രതികരണങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ വേദിയിൽ നടത്തുന്ന പ്രതികരണങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു ആധികാരികതയുമില്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് പുറപ്പെടുവിക്കുകയാണ്. അതിലാണ് അദ്ദേഹം പറയുന്നത്, ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എന്നത് എല്ലാവർക്കും അറിയാം എന്ന ഒരു ദുസൂചനയോടുകൂടി അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തൻ്റെ കേന്ദ്ര സർക്കാരിന് കീഴിൽ എല്ലാ ഏജൻസികളും അന്വേഷിച്ചിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ പെടുത്താൻ കഴിയുന്ന യാതൊരു തെളിവും കണ്ടെത്താനോ അതോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ പ്രസ്താവനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനം ഇടാനോ ഒന്നും കഴിയാത്ത വിധം പരിഹാസ്യമായ നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം മാറിയത്. ദീർഘകാലം കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJPയും കോൺഗ്രസും വലിയ വേട്ടയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയത്.
2020 സെപ്റ്റംബർ മുതൽ ഇപ്പോൾ 2024 ജാനുവരിയായി എല്ലാ കേന്ദ്ര ഏജൻസികളും തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയെ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ നിരാശയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരേ സമയം കൗതുകകരവും അതേസമയവും പരിഹാസ്യവുമായ വാദങ്ങളാണ് ബഹുമാന്യനായ പ്രധാനമന്ത്രിയിൽ നിന്ന് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ച് അതോടൊപ്പം കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ഈ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. നമ്മൾ മറക്കരുത്. എന്തെങ്കിലും മറച്ചു വയ്ക്കാനോ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ കാര്യം ചെയ്യാനോ ഈ ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊരു ബന്ധവുമില്ല, മുഖ്യമന്ത്രിക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്കോ ഒരു പങ്കുമില്ല. ഈ സംഭവത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് കേരള സർക്കാരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ UDFൻ്റെ നിർലോഭമായ ഗ്രൗണ്ട് സപ്പോർട്ടോടുകൂടിയാണ് കേരളം മുഴുവൻ മണത്ത് നടന്നിട്ടും കേരളം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെയോ പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന യാതൊന്നും ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ദുസൂചന കലർന്ന മാധ്യമ വാർത്തകളെ പെരുപ്പിക്കുക, ആ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അതിനൊക്കെ എത്ര കാലത്തെ ആയുസ് ഉണ്ടായിരുന്നു? വാസ്തവത്തിൽ ഈ സ്വർണമടങ്ങിയ നയതന്ത്ര ബഗേജ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു എന്ന നുണയല്ലേ ഇവരാദ്യം പ്രചരിപ്പിച്ചത്? അവസാനം ആ കഥ പൊളിഞ്ഞു. അതായിരുന്നു ആദ്യത്തെ കഥ. അതോടൊപ്പം സ്വർണ്ണക്കടത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് വിളിക്കപ്പെടുന്ന ഫൈസൽ ഫരീദിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തല്ലോ. അയാളെ നാട്ടിലെത്തിച്ചോ? ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തിച്ചോ? അയാളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ചാനലുകൾ മുഴുവൻ ആഘോഷിച്ച വാർത്തയല്ലേ. നരേന്ദ്രമോദിയുടെ അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ ഫൈസൽ ഫരീദിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചോ? അതോടൊപ്പം സ്വപ്ന സുരേഷും സംഘവും കടത്തിക്കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണം ആർക്കു വേണ്ടി, ആരയച്ചു തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരോ അന്വേഷണ ഏജൻസികളോ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അതെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഏതാണ്ട് 5 വർഷമാകാൻ പോകുന്ന ഇത്തരത്തിൽ വലിയ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ട് ഇപ്പോൾ ഇന്നലെ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പറയുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യപ്പെടുകയാണ്. BJP പ്രതിനിധി ജയരാജ് കൈമളിലേക്കാണ്. ശ്രീ ജയരാജ് കൈമൾ, ഈ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം കസ്റ്റംസ് എല്ലാം കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ വരുതിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്, ഏജൻസികളാണ്. പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഇവിടെ ഒന്നും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായിട്ടില്ല. എന്നിട്ടും എന്ത് ദുരുദ്ദേശം മുൻനിർത്തിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് എക്കാലവും കുടപിടിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞൊരവസ്ഥയും ഇന്നുണ്ടായിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി ഇന്നലെ തേക്കിൻകാട് മൈതാനത്തിൽ പ്രസംഗിച്ചിട്ട് പോയ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ കേരളം ഒന്നാകെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എന്തൊരു ഉത്തരവാദപരമായി ഒരു പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയുമോ? എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു ഷിജു ഖാൻ്റെയും അതുപോലെ തന്നെ ആങ്കറുടെയും ചില പരാമർശങ്ങളിൽ. അപ്പോൾ ഈ പറയപ്പെടുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ
മുതിർന്ന IAS-കാരനായ കേരളത്തിലെ ശ്രീ M. ശിവശങ്കരൻ, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അതോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്? അപ്പോൾ ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ഷിജു ഖാൻ പറഞ്ഞു വെക്കുന്നത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ തലയിൽ തപ്പി നോക്കുകയാണ്, എൻ്റെ തലയിൽ പൂടയുണ്ടോ എന്ന് പറയുന്നത് പോലെ. പ്രധാനമന്ത്രി രാഷ്ട്രീയപരമായി നോക്കൂ, അദ്ദേഹം ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയല്ല. അതൊരു രാഷ്ട്രീയ വേദിയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏകദേശം 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പരിപാടി, പ്രത്യേകിച്ച് 33% സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭയിലും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിൽ ആദ്യമായി സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന പരിപാടി എന്നൊരു പ്രത്യേകത കൂടെ അതിലുണ്ട്. അദ്ദേഹം ആ പരിപാടിയിൽ ഏകദേശം അദ്ദേഹത്തിന് 42 മുതൽ 50 മിനിറ്റോളം ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, തൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ കൂട്ടത്തിൽ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഏവർക്കും അറിയാം എപ്രകാരമാണ് കേരളത്തിൽ ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതൻ്റെ ഓഫീസ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് ആരുടെ ഓഫീസാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചർച്ച നടത്തുന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഈ പറയുന്ന M. ശിവശങ്കരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിലെ വളരെ ശക്തനായ ഒരു IAS-കാരനായിരുന്നു. പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. താങ്കൾ പറയൂ, അതിനുശേഷം അല്ലല്ല പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പറയുന്ന ഫ്ലോ തടസ്സപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എപ്രകാരമായിരുന്നു? അദ്ദേഹം ആരായിരുന്നു? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ഈ കേസിൽ പങ്കുണ്ടോ ഇല്ലയോ? അദ്ദേഹം എന്തുകൊണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു? എന്തുകൊണ്ട് ഇത്രയും കറ തീർന്ന ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ CMO ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസോ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാളിതുവരെ, ഇപ്പോൾ ഷിജു ഖാൻ ഈ പറയുന്നതല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. CPMൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് M. ശിവശങ്കരന് യാതൊരു ബന്ധവുമില്ല. M. ശിവശങ്കരൻ എന്ന് പറയുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായി ഒരാൾ ജയിലിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കണ്ണികളുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ നിങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആരോപണം നേരിട്ട ആളുകളോട് കോടതിയിൽ പോകാം, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം, അത് കണ്ടസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ എൻ്റെ പരിമിതമായ അറിവിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരാൾ പോലും, ഒരു നേതാവ് പോലും അതിന് എതിരെ വരികയോ കോടതിയെ സമീപിക്കുകയോ ഒന്നും ചെയ്തില്ല, ഡെഫമേഷൻ ഫയൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ കാര്യത്തിൽ എനിക്കോ ആങ്കർക്കോ അല്ലെങ്കിൽ സഹപാനലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കേരളീയരുടെ പ്രേക്ഷകർക്കോ സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. ആകെ ഉള്ള ഒരു വിഷയം എന്നുള്ളത്, നിങ്ങളിത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശിവശങ്കരനും CMUമായി ഒരു ബന്ധവുമില്ല. CMൻ്റെ ഓഫീസിൽ ശിവശങ്കരൻ വളരെ അപ്രസക്തമായ ഒരു തസ്തികയിലാണ് ഇരുന്നത് എന്ന് പറഞ്ഞു വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്താനാണ് BJP കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നില്ല. നീലിമ, ഒരു കാര്യം നമ്മളെല്ലാവരും അറിയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CMO എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയും തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു പ്രധാനമന്ത്രിയുടെയോ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം വന്നത്. ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയിലിൽ കിടന്നത്. നമ്മൾ മറക്കാതിരിക്കുക, ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കപ്പെടുകയും അത് തെളിയിക്കപ്പെടുകയും ജയിലിൽ പോകേണ്ടി വരികയും ചെയ്തിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക. ശ്രീ എം ജയചന്ദ്രൻ, ശിവശങ്കരനെ ചൂണ്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം പ്രധാനമന്ത്രി ഉന്നയിച്ചതെന്നാണ് ഈ ജയരാജ് കൈമൾ BJPയുടെ പ്രതിനിധി നമ്മളോട് പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിൽ അറസ്റ്റിലായത് ആരെല്ലാമാണ് എന്നുള്ള ചിത്രം വളരെ കൃത്യമാണ് നമ്മുടെ മുന്നിൽ. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇനി താങ്കൾക്ക് തുടരാം. എന്നോടല്ലേ നീലിമ? അതെ. ഹലോ, കേൾക്കാമോ? ഹലോ, ശ്രീ M. ജയചന്ദ്രൻ കേൾക്കാമോ? കേൾക്കാം.
ഇത് പിന്നെ വാസ്തവത്തിൽ ഞാൻ ഈ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം നമ്മൾ പിന്നെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ചർച്ചയിൽ ഇത് ഒട്ടും പിന്നെ റിലവന്റ് ആയിട്ടുള്ളൊരു വിഷയമേ അല്ല എന്നാണ് എൻ്റെ പിന്നെ തുടക്കത്തിൽ തന്നെയുള്ള അഭിപ്രായം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് ഒട്ടും ഒരു പ്രസക്തിയില്ലാത്ത കേസാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇത് ഞാൻ ആലോചിക്കുന്ന അതല്ല നീലിമ, എന്ത് പറ്റി ഈ പ്രധാനമന്ത്രിക്ക് ഇന്നലെ ഇങ്ങനെ സംസാരിക്കാൻ? എന്തോ കാര്യമായ പ്രശ്നം, തകരാർ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രസംഗത്തിൽ. പല കാര്യങ്ങൾ, ഇത് മാത്രമല്ല. കാരണം ഞാനത് പറയാൻ കാര്യം, ഈ പ്രസംഗം തയ്യാറാക്കുന്നതിൽ പിന്നെ PMO ഓഫീസിന് കേരളത്തിലെ നേതാക്കളെ ആശ്രയിച്ചതിൽ എന്തോ വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പിന്നെ കേരളത്തിലെ ഏതോ ഓഫീസ്, കേരളത്തിലെ ഒരു ഉന്നതന്റെ ഓഫീസ് ഇനി പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള പേര് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ശരി, അത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇരിക്കട്ടെ. പക്ഷെ കോടതിയിൽ നിൽക്കുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൃശ്ശൂർ എന്ന് പറയാനുള്ള അധികാരം? എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, തെളിവ് സഹിതം പറയണം. അതല്ലേ BJP പ്രതിനിധി ഇപ്പൊ ജയരാജ് കൈമൾ ഇവിടെ പറഞ്ഞല്ലോ. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച്, കോടതി ഇനിയും തീർപ്പാകേണ്ടിയിരിക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരിൽ BJP സംഘടിപ്പിക്കുന്ന ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പറയാനുള്ള എന്ത് അധികാരമാണുള്ളത്? അത് കോടതിയെ പിന്നെ വെല്ലുവിളിക്കുകയാണോ, അതോ കോടതിയെ മറികടക്കുകയാണോ, അതോ കോടതിക്ക് നിർദ്ദേശം നൽകുകയാണോ? അതല്ലെങ്കിൽ തെളിവ് സഹിതം പറയൂ, ഇന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇന്ന കുറ്റവാളികളെ ഇന്ന തരത്തിൽ പിന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്, അവർ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആ പ്രധാനമന്ത്രിക്ക് വേണ്ടേ? അതല്ല ഇത്രയും തലപ്പൊക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിന്ന് കേരളം മിനിമം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ മര്യാദ അതാണ്. അതല്ലാതെ സാധാരണ BJPയുടെ കവലപ്രാസംഗികർ വർത്തമാനം പറയുന്നത് പോലെ തൃശ്ശൂർ മഹിളകളുടെ വലിയ റാലിയും വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ്, ഉന്നതന്റെ ഓഫീസ്, എന്തുന്നതന്റെ ഓഫീസ്? ഇതൊക്കെ സാർ കോടതിയുടെ അന്വേഷണം ഇരിക്കുകയാണെന്നേ. ഒന്നല്ലല്ലോ. NIA, ED, കസ്റ്റംസ്, ഇങ്ങനെ നിരവധി ഏജൻസികൾ അന്വേഷണം ഈ കേസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പിന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാനത് പറയുന്നതിൽ BJP പ്രതിനിധി ദയവായി എന്നോട് ക്ഷമിക്കുക. ഇങ്ങനെ വിടുവായിട്ടും പ്രധാനമന്ത്രി പറയിപ്പിച്ച ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇങ്ങനെ കോടതിയിലിരിക്കുന്ന കേസിനെ പറ്റി പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് ശരിയാണോ? ശരിയല്ല എന്നാണ് പൗരൻ എന്നുള്ളതിൽ എന്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഇതുപോലുള്ള കാര്യം മാത്രമല്ലല്ലോ ഇന്നലെ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. കേരളത്തിൽ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ താങ്കളും സൂചിപ്പിച്ചു വനിതാ സംവരണം എന്നാണ്. പിന്നെ നമ്മുടെ വനിതാ സംവരണം എന്നാണെന്ന് അറിയാമോ? ഇവിടെ 50% സാർ വനിതാ സംവരണം. എവിടെ? കേരളത്തിൽ. എന്നാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? BS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ 2009 സെപ്റ്റംബർ മാസം 17-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായാണ് തീരുമാനിക്കുന്നത്. വനിതകൾക്ക് 50% റിസർവേഷൻ കേരള നിയമസഭ തീരുമാനിച്ചു. മോദി ഗവൺമെന്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. താങ്കൾ പറയുന്നത് നൽകിയെന്നാ പറയുന്നത്. എവിടെ നൽകിയെന്ന് പറയൂ. ഇത് ഇനി പിന്നെ ഇപ്പോ ഈ 2024 പുതിയ ഗവൺമെന്റ് വരുമല്ലോ കേന്ദ്രത്തിൽ. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ നടപ്പാക്കാൻ കഴിയും എന്ന് മീനാക്ഷിയിലേക്ക് അടക്കമുള്ളവർ പാർലമെന്റിന്റെ പുറത്ത് പ്രസ്താവന നടത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ബൈറ്റുകൾ ഉൾപ്പെടെയുണ്ട്, എന്റെ കട്ടിങ്ങും ഉണ്ട്. അതിരിക്കട്ടെ. താങ്കൾക്ക് പറയാനുള്ള അവസരത്തിൽ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾക്ക് സമയമുണ്ടല്ലോ, ആങ്കർ തരുമല്ലോ. ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പാക്കിയ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഈ തദ്ദേശ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അധികാര സ്ഥാനങ്ങളിൽ 50% വനിതകൾ നേതൃത്വം കൈയാളുകയും പ്രതിനിധികളെ വിധിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഒന്ന് പറയുകയാണ് എന്ത് പിന്നെ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത്രേ. ഇത്തരം കാര്യങ്ങൾ ഞാനതാണ് പറഞ്ഞത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെ പ്രധാനമന്ത്രിക്ക് നിരവധി 100,000 തിരക്കുള്ള മനുഷ്യനാണ്. അയോധ്യയിലെ പ്രശ്നം കഴിഞ്ഞ് നേരെ വരുന്ന കേരളത്തിലേക്കാണ്. എന്തിന്? തൃശ്ശൂരെ പ്രചാരണത്തിന്. അതിന്റെ പിന്നുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഇവിടെ പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ അപ്പൊ പറഞ്ഞോളാം. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നീട് പറയുന്നതോ മണ്ഡലവർണ്ണക്കാലം കഴിഞ്ഞു ശബരിമലയിൽ. ഇനിയിപ്പോ 14-ാം തീയതി മകരവിളക്കുമാണ്. അപ്പൊ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ മണ്ഡല ഇഷ്യൂവിന്റെ പ്രശ്നമാണ് പ്രധാനമന്ത്രി തൃശ്ശൂരെ വേദിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് പിന്നെ നേരിട്ട്
മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് തീരുമാനം പിൻവലിക്കേണ്ടി വന്നു തൃശൂർ പൂരനഗരിയിലെ വാടക വർദ്ധിപ്പിച്ച കാര്യം. അത് മുഖ്യമന്ത്രി നേരിട്ടാണ് ഇടപെട്ട് സെറ്റ് ചെയ്ത ആ വിഷയവും. അപ്പൊ സെറ്റിൽ ചെയ്ത 2 വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ആ സമ്മേളനത്തിൽ ഒന്ന് പ്രസംഗിക്കുന്ന എന്ത് സന്ദേശമാണ് നൽകുക എന്ന് BJP-ക്കാരെങ്കിലും ആലോചിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ എന്തായാലും പറഞ്ഞല്ലോ, കേരളം ഇതൊന്നും പറ്റിയ ഇടമല്ല. ഇവിടെ 2 മുന്നണികൾ, പ്രബലമായ 2 മുന്നണികളുണ്ട് എന്നൊക്കെ അതൊക്കെ രാഷ്ട്രീയ അദ്ദേഹത്തിനെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ കേരളത്തിൽ വന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇങ്ങനെ BJP നേതൃത്വം വട്ടം ചുറ്റിച്ച് അവ്യക്തതയിൽ നിർത്തുന്നത് എന്നുള്ളത്? അത് മലയാളികൾക്ക് മനസ്സിലാവില്ലേ? അത് ശ്രീ ജയരാജ് കൈമൾ അതിനോട് എന്ത് പ്രതികരിക്കും എന്നുള്ളത് ഞാനും സ്വാഗതം കേൾക്കാൻ. ജയരാജ് താങ്കൾക്ക് പ്രതികരിക്കാം. ഓക്കെ, ആദ്യമായി അദ്ദേഹം തന്നെ അതിൽ ക്ലാരിറ്റി വരുത്തി. 2009 അച്യുതാനന്ദൻ സർക്കാർ 50% റിസർവേഷൻ നൽകി. അപ്പം ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചത് നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ എന്തിനാ CPM മത്സരിപ്പിക്കുന്ന കാൻഡിഡേറ്റ്സിൽ പോലും, സ്ഥാനാർത്ഥികളിൽ പോലും 50% വനിതകളില്ല എന്നുള്ളൊരു സത്യം നമുക്കറിയാം. പിന്നെ അദ്ദേഹം തന്നെ അത് ക്ലാരിറ്റി വരുത്തി. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാണ്. കേരളത്തിനും വളരെ മുന്നേ ഇത് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട് സാർ. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിനും വളരെ എന്താ പറയുക, കാലങ്ങൾക്ക് മുന്നേ തന്നെ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, അങ്ങ് അദ്ദേഹം ഉന്നയിച്ച ചില പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. പ്രധാനമന്ത്രി സംസാരിക്കുന്നത്, ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത് BJP-യുടെ ഏറ്റവും തലപ്പൊക്കമുള്ള ഇന്നത്തെ നേതാവ്, BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹം അവിടെ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണ്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വേദിയിൽ വന്നിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ റാലിയിൽ, BJP വച്ച ഒരു രാഷ്ട്രീയ റാലിയിൽ വന്നിട്ട് അദ്ദേഹം തൻ്റെ പാർട്ടിയുടെ തൻ്റെ അഭിപ്രായങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുന്നു. താങ്കൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, വസ്തുനിഷ്ഠമാകേണ്ടേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ചർച്ച ചെയ്യാമല്ലോ നമുക്ക്. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കൂ. കേരളത്തിലെ കുടുംബശ്രീ, ഇവിടുത്തെ സാക്ഷരതാ പ്രസ്ഥാനം, ഒട്ടേറെ വലിയ നേട്ടങ്ങൾ ഈ കേരളത്തിലെ സ്ത്രീകൾ നേടിയിട്ടുണ്ട് എല്ലാ രംഗത്തും. ഈ ശിശു മരണ നിരക്കെല്ലാം യൂറോപ്പിനേക്കാൾ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ നേട്ടങ്ങളെ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ട് UP-യിലും ബീഹാറിലും അത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയുമായി കേരളത്തിലെ സ്ത്രീകളെ, അവരുടെ അവസ്ഥയെ, അവരുടെ സ്റ്റാറ്റസിനെ കമ്പയർ ചെയ്യുന്നതിലാണ് നമുക്കെല്ലാം വിഷമം. നിലിമ, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ പൂർണ്ണമായി കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, കേരളത്തെ ഇകഴ്ത്തിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പുകഴ്ത്തിയോ അദ്ദേഹം ഒരു വരി പോലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്, തൻ്റെ സർക്കാർ നടപ്പിലാക്കത്തിന് ഈ ഇവിടുത്തെ ഒരു സർക്കാർ ഓഫീസിന് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ പ്രധാനമന്ത്രി നിർത്തുകയാണ്. നോക്കൂ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് ഒരു ഉന്നതന്റെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കേരളത്തിലേക്ക് എടുത്തുന്നത്? CPM-ന് പറയാം, അതിപ്പോ ഞങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. അതിൽ അവരാ പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരിഭവവുമില്ല. പക്ഷേ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത് എന്ന് പറയുന്നത്, എൻ്റെ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പലതും കേരളത്തിൽ രാഷ്ട്രീയ താല്പര്യം മൂലം അതിൻ്റെ തോത് കേരളത്തിൽ കുറവാണ്, അതിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറവാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല പദ്ധതിയിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോയിന്റ്. രണ്ടാമത്തത്, ശ്രീ M. ജയചന്ദ്രൻ, അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം, അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും BJP-ക്ക് വലിയ രീതിയിലൊരു റോൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. നോക്കൂ, ഞാൻ ആ വിഷയം സൂചിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയുമല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞു, അദ്ദേഹം തിരിച്ച് മടങ്ങി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഇന്ന് എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ചാണകവെള്ളം കൊണ്ട് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് വന്ന് പ്രധാനമന്ത്രി, OBC-കാരനായ പ്രധാനമന്ത്രി, ഒരു പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാൻ അവർ നിൽക്കുകയാണ്. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളോ ഈ വിഷയത്തെ ഒന്ന് കണ്ടം ചെയ്യാൻ, ഒന്ന് അപലപിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണോ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഇതിന് സമാനമായി ഇതൊരു കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 2014 മുതൽ കോൺഗ്രസ് ശ്രീമാൻ നരേന്ദ്രമോദിയെ, BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ച അന്ന് മുതൽ കോൺഗ്രസ് അദ്ദേഹത്തിന് നേരെ ഉയർത്തുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ഇവ നോക്കൂ, പ്രധാനമന്ത്രി എന്താ പറയുക, ഒരു ഉന്നതൻ്റെ ഓഫീസിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജാതിയോ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒരു വരി BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വരേണ്യ മനസ്സ് ഒരു കാരണവശാലും OBC-കാരനായ ഒരു പ്രധാനമന്ത്രിയെ, ഒരു കാരണവശാലും പിന്നാക്കക്കാരനായ ഒരു പ്രധാനമന്ത്രിയെ, ഒരു കാരണവശാലും വളരെ
പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 1-2 തവണയല്ല, 91 തവണയാണ് മല്ലികാർജുൻ ഖാർഗെയെ പോലെ ദളിതനായ ഒരു അധ്യക്ഷൻ കോൺഗ്രസിനുണ്ട്. അക്കാര്യം മറക്കരുത്. ഒരു പോയിന്റ് പറഞ്ഞു പൂർത്തിയാക്കണം, അത് അല്ലെങ്കിൽ അതിന്റെ ശരിയല്ല. ആ പോയിന്റ് പറഞ്ഞു പൂർത്തിയാക്കി. ഇതിന് സമാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോ ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളോ കേരളം ഇതിനു മുന്നേ കണ്ടത് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെതിരെ കേരളത്തിൽ കോൺഗ്രസ് കൊണ്ടുപിടിച്ച് നടത്തിയ വിമോചന സമര കാലത്താണ്. ഇത്രയും വിഷലിപ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാനസികമായ അവസ്ഥ അവർ അന്ന് കേരളത്തിൽ കൊണ്ടുവന്നു. നോക്കൂ, അന്നത്തെ മന്ത്രിയായ ചാത്തനെ കുറിച്ച് എന്താ പറഞ്ഞത്? ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ. ഇതേ ആൾക്കാരാണ് ഇന്ന് ചാണകവെള്ളവുമായിട്ട് പോയിരിക്കുന്നത്. എവിടെ തളിക്കാനായിട്ട്? ശുദ്ധീകരിക്കാൻ. ഒരു പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി ശുദ്ധീകരിക്കാനായിട്ട് പോവാ. അത് തള്ളിപ്പറയാൻ നോക്കുന്നു. അല്ലല്ല നീലിമ, അതല്ല, അത് എന്റെ ചോദ്യം, അത് തള്ളിപ്പറയാൻ ഇന്ന് അവിടെ ചെയ്തത്, ഇന്ന് വടക്കുന്നാഥന്റെ മണ്ണിൽ ചെയ്തത് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യത്തിനെതിരാണ് എന്ന് തള്ളിപ്പറയാൻ ഡോക്ടർ ഷിജു ഖാനോ അല്ലെങ്കിൽ ശ്രീ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ M ജയചന്ദ്രനോ നീലിമയ്ക്കോ സാധിക്കുമോ എന്നറിയുന്നതിൽ എനിക്കും കൈരളിയുടെ പ്രേക്ഷകർക്കും അതിയായ കൗതുകമുണ്ട്. ശരി, ശ്രീ ഷിജു ഖാൻ, BJPയുടെ പ്രതിനിധി പറയുന്നത് ഇക്കാര്യങ്ങളാണ്. അല്പസമയം മുമ്പുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചാണകവെള്ളം തളിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസ് തമ്മിൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. നോക്കൂ, നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ തേക്കിൻകാട് മൈതാനിയിൽ ആ മരത്തിൻ്റെ ചില്ല ഒരൽപ്പം വെട്ടിമാറ്റാൻ നോക്കിയപ്പോൾ ശിവന്റെ ജടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീർത്തവരാണ് അവിടെ കാട് മുഴുവൻ വെട്ടിത്തെളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവർക്ക് എന്തുമാകാം, മറ്റാർക്കും ഒന്നും പാടില്ല എന്നുള്ള ഒരു വരേണ്യ മനസ്ഥിതി യഥാർത്ഥത്തിൽ ആർക്കാണ്? ഇതിൽ വളരെ ഗൗരവത്തോടുകൂടി നാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടും ദളിതരോടും ജനാധിപത്യവാദികളോടുമൊക്കെ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പിന്നെ ഇപ്പോൾ വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിനെ ഒറ്റ രാത്രി കൊണ്ടാണ്, പിറ്റേന്ന് പുലർച്ചെ തീരുമാനമെടുത്ത് ജമ്മു കാശ്മീരിനെ വിഭജിക്കുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവധാനതയില്ലാതെ വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിനെ വിഭജിച്ചവരാണ് ഇവർ. എന്നാൽ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിലോ മണ്ഡല പുനർനിർണയത്തിന് ശേഷം, സെൻസസിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാകാൻ പോകുന്നത്. ഇതിൻ്റെ വ്യവസ്ഥകളുടെ ഭാഗമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. സെൻസസ്, അതായത് 2021 സെൻസസ് 2011 ശേഷം നടന്നിട്ടില്ല. അത് നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? പാർലമെൻറ്റ് ഇലക്ഷനെല്ലാം ശേഷം. മണ്ഡല പുനർനിർണയം, ഭരണഘടനാ ഭേദഗതികളടക്കം ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വനിതാ സംവരണ ബില്ല് ഇവിടെ നടപ്പിലാക്കാൻ ഇവർ തീരുമാനിക്കുന്നത്. ഒരു രാത്രി വെളുത്ത് പിറ്റേന്ന് പ്രഭാതം ഉദിച്ചപ്പോൾ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ വെട്ടി വിഭജിച്ച് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കാൻ ഒരു മടിയും കാട്ടാത്തവർ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? വർഷങ്ങൾക്ക് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് ശേഷം, ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം, അതോടൊപ്പം സെൻസസിന് ശേഷം. എപ്പോഴാണ് സെൻസസ് നടക്കുക? 2021 സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. അത് 2025 നടക്കുമോ, 2026 നടക്കുമോ? ആ സെൻസസ് നടന്നു തീർക്കാൻ എത്ര കാലം വേണം? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഈ വനിതാ സംവരണ ബില്ലിനോടൊക്കെയുള്ള BJPയുടെ മനോഭാവം 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റേത് താല്പര്യമാണ് ഇവർക്കുള്ളത് ഇക്കാര്യത്തിൽ? പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നേരത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ദുസൂചനകളോടുകൂടി അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്താം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം. പക്ഷേ
നിങ്ങൾ ഈ കേരളത്തോട് നൽകേണ്ട ചില ഉത്തരങ്ങളുണ്ട്. BJPയുടെ പ്രതിനിധി മറന്നു പോകരുത്. ഇപ്പോൾ ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശിവശങ്കർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല. ശിവശങ്കർ CPIM തീരുമാനമെടുത്ത് നിയോഗിച്ച ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല. ഒരു IAS ഓഫീസറാണ്. BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു, സീനിയർ IAS ഓഫീസറാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും നിരവധി പദവികൾ വഹിച്ച ആളാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തയാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരുന്നു. ഒരു വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഗവൺമെൻറ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു. ആ നടപടിക്ക് ശേഷമോ അതിനു മുമ്പോ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ ഒരു ന്യായീകരണത്തിനും ഞങ്ങൾ ആരും വന്നിട്ടില്ല. കാരണം രാഷ്ട്രീയമായ ഒരു വിഷയമോ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടതായ ഒരു കാര്യമോ അല്ല. ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാം. IAS ഓഫീസർ എന്ന നിലയിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും അതോടൊപ്പം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമൊക്കെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അത് CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. BJPയുടെ പ്രതിനിധി മറന്നുപോകരുത്. സാമൂഹ്യമായി മറവി അത്ര നല്ല കാര്യമല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയ ആരോപണം എന്തൊക്കെയാണ് ഉന്നയിച്ചത്? രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് 2 മന്ത്രിമാർക്ക് കേരളത്തിന് പുറത്ത് അനധികൃത സ്വത്ത് ഉണ്ടെന്നും അതൊക്കെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയെന്നും പറഞ്ഞല്ലോ. എവിടെ? അതിൻ്റെ തെളിവെവിടെ? പിന്നെ സർവ്വരഹസ്യങ്ങളും അറിയുന്ന UAE-യുടെ കോൺസുലേറ്റ് ജനറലും അവരുടെ അക്കൗണ്ടന്റും ഒക്കെ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ വിദേശത്തേക്ക് പോയി? ഈ UAE-യുടെ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ കീഴിലാണോ? ജില്ലാ കളക്ടറുടെ കീഴിലാണോ? സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണോ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമാണ്. അതിന് കീഴിലാണ് കോൺസുലേറ്റുകൾ, അതിന് കീഴിലാണ് എംബസികൾ, അതിന് കീഴിലാണ് വിദേശ നയതന്ത്ര കാര്യാലയങ്ങൾ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥർക്കും ബന്ധമുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ രാജ്യം വിടാൻ ആരാ സഹായിച്ചത്? നരേന്ദ്രമോദിക്കും വിദേശകാര്യ മന്ത്രിക്കും വിദേശകാര്യ വകുപ്പിനും ഒന്നും ഇതിലൊരു ബന്ധവുമില്ലേ? ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലേ? BJPയുടെ പ്രതിനിധി ഉത്തരം പറയണം. ഇവിടെ കോൺസുലേറ്റ് ജില്ലാ കളക്ടറുടെ കീഴിലാണോ? കോൺസുലേറ്റ് താലൂക്ക് ഓഫീസറുടെ കീഴിലാണോ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണോ? ഈ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ പരിധിയിലാണ്. BJP നേതാവ് മറന്നുപോകരുത്. പിന്നെ സ്വർണ്ണക്കടത്ത് നിരവധി തവണ നടന്നത് എവിടെയാണ്? ആ സ്വർണ്ണക്കടത്ത് നടന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണോ? ആ സ്വർണ്ണക്കടത്ത് നടന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണോ? ആ സ്വർണ്ണക്കടത്ത് നടന്നത് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലെ ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണോ? അല്ല, എയർപോർട്ടിലാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരാ? കേന്ദ്ര ഗവൺമെന്റാണ് ഉത്തരവാദിത്വം. അവിടെ കാവൽ നിൽക്കുന്നത് ആരാ? CISF ആണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആരാ? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇത് കണ്ടുപിടിക്കേണ്ടത് ആരാ? കസ്റ്റംസ് ആണ്. കസ്റ്റംസിന് ആര് നേതൃത്വം നൽകുന്നു? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പോൾ കസ്റ്റംസ് കാവൽ നിൽക്കുന്ന, CISF കാവൽ നിൽക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിലെ ഒരു എയർപോർട്ടിൽ ഇത്ര വലിയ സ്വർണ്ണത്തട്ടിപ്പ് നടന്നിട്ട് അതെല്ലാം കൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ നിങ്ങൾ എങ്ങനെ വെക്കും? നിങ്ങളുടെ 5 ഏജൻസികൾ അന്വേഷിച്ചല്ലോ. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA, ഇനി ആരും 5 ഏജൻസി അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽ ആർക്കെങ്കിലും എതിരെയോ തെളിവ് കണ്ടെത്തിയോ? എങ്കിൽ പറയട്ടെ. പ്രധാനമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ടോ? എങ്കിൽ പറയട്ടെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ ഏതെങ്കിലും തെറ്റായ വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം എന്ത് തെളിവുണ്ട്? ഒരു തെളിവുമില്ല. പിന്നെ ഒരു കാര്യം, കേരളത്തിലെ ബഹുമാന്യനായ KT ജലീലിനെതിരെ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചു? ആ ആക്ഷേപങ്ങൾ എവിടെ? ചില ചാനലുകൾ പറഞ്ഞത് രാവിലെ അദ്ദേഹത്തിനെതിരായി ഇതാ തെളിവുകൾ കണ്ടെത്തി, ഇതാ പിടിക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു. KT ജലീലിനെ ഏതെങ്കിലും ജയിലിൽ അടച്ചോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയോ? സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെ എത്ര ദിവസം നട്ടാൽ കുരിക്കാത്ത നുണകൾ പറഞ്ഞു? എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ KT ജലീലിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെ ദിവസങ്ങളോളം നടത്തിയ അധര വ്യായാമം ചാനലുകളിലും
BJP-യുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നടത്തിയ അധരവ്യായാമം. അല്ലാതെ എന്തുണ്ട്? ഒരു തെളിവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുമില്ല. അത് ഈ രാജ്യം ചർച്ച ചെയ്തല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുമൊക്കെ നല്ല വിജയം ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ ഇക്കാര്യം നല്ല ഓർമ്മ BJP-ക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി, നീലിമ സമയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം ഈ വിഷയത്തിൽ ജയരാജ് കൈമൾ മറുപടി പറയട്ടെ. കാരണം അദ്ദേഹം മറുപടി പറയേണ്ട ഒട്ടേറെ പോയിന്റ്സ് ഉണ്ട്. ഇത് നയതന്ത്ര ബാഗേജ് വഴി നടന്ന കള്ളക്കടത്താണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് ഷിജു ഖാനിൽ നിന്നും ഉണ്ടായത്. മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നീലിമയും ഷിജു ഖാനും ഇടപെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു തുടങ്ങാം ഞാൻ. അപ്പോൾ ഷിജു ഖാൻ, അങ്ങയുടെ പേരിൻ്റെ ആദ്യ ഭാഗത്ത് ഞാനൊരു ഡോക്ടർ കണ്ടു. ഡോക്ടറേറ്റ് സ്വാഭാവികമായിട്ട് അങ്ങ് PhD സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. നോക്കൂ, അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളും അടിസ്ഥാന സംഭവങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ബേസിക് നോളജ് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളായിരുന്നു അങ്ങ് തെറ്റായി പറഞ്ഞ ബഹുഭൂരിപക്ഷം സംഭവം. ഇപ്പോൾ കേരളത്തിൻ്റെ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഷിജു ഖാൻ. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിൽ കേരള സർക്കാരിനോ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കോ ആ മുഖ്യമന്ത്രിക്കോ തന്നെ ഒരു റോളുമില്ല. ഏതൊരു സീനിയർ ഉദ്യോഗസ്ഥൻ വന്നു ഒരു കാര്യം ചെയ്യാം, അയാളുടെ സീനിയോറിറ്റി നോക്കി അയാളെ പിടിച്ച് നാളെ മുതൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചേക്കാം. അങ്ങനെയൊന്നുമില്ല. അതൊരു പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. ആരാകണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാകണമെന്നൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. എന്തിനാണ് ഒരു മന്ത്രിയുടെ OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആരാകണമെന്ന് തീരുമാനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. ഭരിക്കുന്ന പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ കൺസേൺഡ് മന്ത്രിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങൾ നിയമിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു. അതൊക്കെ അറിയാം. ഷിജു ഖാൻ എന്തോ പറയാനുണ്ട്, ഞാൻ വഴങ്ങാം, കുഴപ്പമില്ല. തീർച്ചയായും അനുവാദത്തോടെ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒരു 2 സെക്കൻഡ് മതി. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ശിവശങ്കറിനെതിരായി ഈ വിവാദം ഉയർന്നു വരുന്നതുവരെ ഇങ്ങനെ ഒരു സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ മറ്റോ യാതൊരു ആരോപണങ്ങളോ വിവരങ്ങളോ ഒന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം UDF ഭരിക്കുമ്പോഴും ഉന്നത പദവികൾ വഹിച്ചിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴും സീനിയർ IAS ഓഫീസർ എന്ന നിലയിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്നു. ഞാൻ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊളിറ്റിക്കലായി മന്ത്രിമാരുടെ ഓഫീസിൽ അപ്പോയിന്റ് ചെയ്യുന്ന ചുമതലക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം. IAS ഓഫീസർമാരെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഒരാളെ വെച്ചല്ലേ പറ്റൂ. അതല്ലെങ്കിൽ മന്ത്രിമാരുടെ വളരെ പ്രധാനപ്പെട്ട ഡയറക്ടർമാരായോ സെക്രട്ടറിമാരായോ IAS ഓഫീസർമാരെ വെച്ചേ പറ്റൂ. ഈ വിവാദം ഉയർന്നു വരുന്നതുവരെ ശിവശങ്കറിനെതിരെ സ്വർണ്ണത്തട്ടിപ്പ് ആരോപണവും ഇല്ലല്ലോ. ഇനി അങ്ങക്ക് തുടരാം. ഫൈൻ. അപ്പോൾ അങ്ങ് പറഞ്ഞു വെച്ചു ഒരു IAS-കാരനെ വെച്ചതേ ഉള്ളൂ. കേരളത്തിൽ എത്രയോ സീനിയർ IAS-കാരുണ്ട്. ഇന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമാൻ വേണു, അദ്ദേഹം അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തെ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി കൂടായിരുന്നു. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. നമ്മൾ ഇല്ലാത്തത് കണ്ണടച്ച് പാല് കുടിക്കാനോ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് തപ്പുന്നതോ ശരിയല്ല. നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ശരിയല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരാളെ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വെച്ചു. CPM പോലൊരു പാർട്ടി, പ്രത്യേകിച്ച് കേഡർ സ്വഭാവമുള്ള CPM BJP ഒക്കെ ചെയ്യുന്നത് ഓരോ മന്ത്രിയുടെ ഓരോ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്ന ആളുകളെ പോലും കൃത്യവും വ്യക്തവുമായി പാർട്ടിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടുകൂടി തന്നെയാണ് അവിടെ നിയമിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് നമ്മൾ ഇനി തള്ളി പറഞ്ഞിട്ടോ അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. രണ്ടാമത്, ഞാൻ ഈ ശിവശങ്കറിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ അദ്ദേഹം കാശ്മീരിൻ്റെ പ്രത്യേക പദവി BJP ഒരു സുപ്രഭാതത്തിൽ എടുത്തു കളഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ പ്രാഗ്രൂപമായ ഭാരതീയ ജനസംഘവും 1952 അതിൻ്റെ രൂപീകൃതമായ സമയം മുതൽ, ഭാരതീയ ജനസംഘം രൂപീകൃതമായ സമയം മുതൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇസ് ദേശ് മേ, അതായത് ഈ രാജ്യത്ത്, ശ്രീ ജയരാജ്, ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഒതുങ്ങുന്നതാണ്. ഈ രാജ്യത്തിന് അറിയില്ല, അവിടുത്തെ ജനങ്ങൾക്കറിയില്ല ഇത്തരത്തിൽ പ്രത്യേക പദവി റദ്ദാക്കാൻ പോകുന്നു എന്നുള്ളത്. നീലിമ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ്. ഒരു തീരുമാനം തന്നെയാണ്. അത് നിരാകരിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. ഒരിക്കലുമല്ല നീലിമ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ്. ഡൽഹിയിലും മറ്റുമുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച് നോക്കുക. 1952 മുതൽ 2019 വരെയുള്ള ഈ പറയുന്ന ജനസംഘത്തിൻ്റെയും 80-ന് ശേഷമുള്ള BJP-യുടെയും ഏത് മാനിഫെസ്റ്റോയും നിങ്ങൾ എടുത്തു നോക്കൂ. പാർട്ടിയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പാർട്ടിക്ക് എന്ന് ഭരണം കിട്ടുമോ, സ്വന്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു മെജോറിറ്റി സർക്കാരിന് ഞങ്ങൾക്ക് എന്ന് നേതൃത്വം നൽകാൻ സാധിക്കുമോ അന്ന് ഞങ്ങൾ കൃത്യമായി തന്നെ ഈ പറയുന്ന കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയും എന്നുള്ളത്. ശ്യാമപ്രസാദ് മുഖർജി ഞങ്ങളെ സംബന്ധിച്ചൊരു വൈകാരിക വിഷയമാണ്. ഞങ്ങളുടെ സ്ഥാപക നേതാവ് ആത്മാഹുതി ചെയ്ത്
കൊല്ലപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കാശ്മീർ എന്ന് പറയുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവിക്കെതിരെ സമരം ചെയ്ത് ഈ പറയുന്ന നെഹ്റു ഗവൺമെൻറ്, നിങ്ങളൊക്കെ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന നെഹ്റു ഗവൺമെൻറ് പിടിച്ചകത്തിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഹൃദ്രോഗിയായിരുന്ന മനുഷ്യന് ബേസിക് ആയിട്ടുള്ള മരുന്ന് പോലും നൽകാതെ അദ്ദേഹത്തെ ഈ പറയുന്ന കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയമാണ്, ഞങ്ങൾ എടുത്ത് കളയും എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്തു, ഞങ്ങൾ അതെടുത്ത് കളയുകയും ചെയ്തു. മറ്റൊന്ന് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ പറയുകയുണ്ടായി. നോക്കൂ, ഇതൊരു ജിമ്മിക്കാണ്, അടുത്ത എന്താ പറയുക സെൻസസിന് ശേഷമേ നടക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നടക്കത്തുള്ളൂ. ഷിജു ഖാൻ 2011 സെൻസസ് നടന്നിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നവരാണ് കോൺഗ്രസ് ആയിരുന്നു. ആ UPA 1 നിങ്ങളും പിന്തുണ കൊടുത്തിരുന്നു. അതായത് കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ്റിന് ഈ പറയുന്ന നിരുപാധിക പിന്തുണയാണ്, വേറെ എന്തെങ്കിലും ഉപാധി വെച്ചിട്ടുള്ള നിരുപാധിക പിന്തുണ ആര് കൊടുത്തിരുന്നു? ഈ പറയുന്ന ഇടതുപക്ഷം, ഈ ഷിജു ഖാൻ്റെ പാർട്ടി കൊടുത്തിരുന്നു, CPM ഉൾപ്പെടെയുള്ള. എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്നൊരു ബില്ല് ഈ പറയുന്ന രാജ്യസഭയിലും ലോക്സഭയിലും കൊണ്ടുവന്ന് പാസ്സാക്കാൻ സാധിച്ചില്ല? ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും ഈ വനിതാ സംവരണ ബില്ലിന് അനുകൂലമായിരുന്നു. ഞങ്ങളൊരിക്കലും ഈ പറയുന്ന ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ ബില്ലിനെതിരെ, വനിതാ സംവരണ ബില്ലിനെതിരെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സമയത്ത് പോലും ഞങ്ങളെതിരെ വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അപ്പോൾ ഇത് വളരെ കൃത്യമാണ്, ഇത് രാഷ്ട്രീയമാണ്. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായി നിൽക്കുന്ന, ഇപ്പോൾ CPM ഇത് പറയേണ്ടി വരുന്നത് സത്യത്തിൽ അവരുടെ ഗതികേട് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ആ പാർട്ടി ഇന്ന് കേരളത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അത് മാറിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നത് ആ വിഷയത്തിൽ. നോക്കൂ, കഴിഞ്ഞ 60-70 കൊല്ലങ്ങളായി ഈ രാജ്യത്തെ ജനങ്ങൾ, സ്ത്രീകൾക്ക് തുല്യമായ പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പലതവണ ഞാൻ പറഞ്ഞത് ഷിജു ഖാൻ അത് പരാമർശിച്ചതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഷിജു ഖാൻ വളരെ സീരിയസ് ആയി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഇത് പറഞ്ഞു തീർന്നിട്ട് അതിലേക്ക് വരാം. ഞാൻ എന്തായാലും ഒരു വിഷയത്തിൽ നിന്നും ഒളിച്ചോടാനോ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല. മറ്റൊന്ന്, അദ്ദേഹം കോൺസുലേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ രാജ്യത്തെ കോൺസുലേറ്റുകളെല്ലാം ME-യുടെ നിയന്ത്രണത്തിന്, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് നിയന്ത്രണം. എനിക്കറിയില്ല അദ്ദേഹത്തിന് എവിടെ നിന്ന് അറിവ് കിട്ടുന്നത്. ഓരോ കോൺസുലേറ്റും ഓരോ എംബസിയും ആ ഇൻഡിപെൻഡൻ്റ് അതോറിറ്റിയാണ്. അതാത് രാജ്യത്തിൻ്റെ സ്ഥാപനമാണത്, അത് മറ്റൊരു രാജ്യത്തിൻ്റെ സ്ഥാപനമാണ്. അവിടെ ഒരു പോലീസിനോ അല്ലെങ്കിൽ ഒരു പട്ടാളത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിക്കോ കയറി റെയ്ഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോൺസുലേറ്റ് തന്നെ നിങ്ങളെടുക്കുക ഒരു ഉദാഹരണത്തിന്. ആ കോൺസുലേറ്റ് കോൺസുൽ ജനറൽ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു എന്ന് തന്നെ വിചാരിക്കുക, കേരള പോലീസിനകത്ത് കയറാൻ പറ്റുമോ? ഷിജുഖാനെ പറ്റൂലല്ലോ. ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് വളരെ കൃത്യമായി കണ്ടെത്തിയ അറ്റാഷയെ രാജ്യം വിടാൻ അനുവദിച്ചത് എന്തിനാണ്? രാജ്യം വിടാനൊന്നും ആരും അനുവദിച്ചിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് കാലഘട്ടത്തിലുള്ള സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ കൃത്യമായ വാരൻ ആൻഡേഴ്സനെയൊക്കെ രാജ്യത്തിന് പുറത്തെത്തിക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും കാറുകളും ഒക്കെ കൊടുക്കുന്നത് അത് കോൺഗ്രസിന്റെ കാര്യമാണ്. ഞാൻ വളരെ കൃത്യമായി നോക്കൂ, എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തി വളരെ കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോടതിയിൽ ആ കേസിന്റെ കോടതിയിൽ കേസ് നിൽക്കുന്നു, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താൻ ഇവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയത്? ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, ആ കാലഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പൊ ആയിരുന്ന, പാസ്റ്റാണ് ആയിരുന്ന M ശിവശങ്കരൻ. അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ആരോപണമാണ്, അങ്ങേയറ്റം ദുർബലമായതല്ല, അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ആരോപണമാണ്. അതിലും ഈ ആരോപണത്തിന്റെ പ്രധാന കണ്ണിയായ ആരോപണത്തിന്റെ കിങ് പിൻ ആയിട്ട് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഈ വിഷയ സ്വർണ്ണക്കടത്തിലെ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ, CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, ഇന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് കോടതിയിൽ ചലഞ്ച് ചെയ്യും. ഞങ്ങളത് കോടതിയിൽ ചലഞ്ച് ചെയ്യും, ഞങ്ങളത് കണ്ടം ചെയ്യും. നാളിതുവരെ നിൽക്കുന്നു, അങ്ങനെ പോരുത് നീലിമ, നാളിതുവരെ അവരുടെ ആ ആരോപണങ്ങൾക്കെതിരെ കോടതിയിൽ പോകാനോ അതിനൊരു കണ്ടം ഫയൽ ചെയ്യാനോ വേറെ ഒന്നും വേണ്ട, ഒരു കണ്ടം സ്യൂട്ട് ഫയൽ ചെയ്താൽ പോരെ. എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് എത്രയോ, നിങ്ങളുടെ അഭിഭാഷകരായ എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. ഒരു കണ്ടം സ്യൂട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് ആ വിഷയത്തിൽ? താങ്കൾക്ക് കേൾക്കാമോ?
ഞാൻ ചോദ്യം കേട്ടില്ല നീലിമ, ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു. അതായത് ഈ സ്വപ്ന സുരേഷ് നിരന്തരം മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ സർക്കാരിനുമെതിരെ, മന്ത്രിമാർക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ എല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് വളരെ കൃത്യമായി നമ്മൾ കണ്ടതാണ്. വളരെ കൃത്യമായി BJPയുടെ ഒരു പരിരക്ഷയിലേക്ക് സ്വപ്ന സുരേഷ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത് എന്നത് കേരളം ശ്രദ്ധിക്കപ്പെട്ട വാർത്തകളിലൊന്നാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗമാണ് ഇതിനൊക്കെ ആധാരമായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഈ വിഷയത്തിന് റിലവൻസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് നീലിമ പറയുന്നത്. സ്വപ്ന സുരേഷ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു ടൂള് മാത്രമാണെന്ന് എത്രയോ മുൻപ് തന്നെ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അത് അവരുടെ ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണം ആ ടൂളിനെ അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു ആ തരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റുന്ന ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് അവരെന്നുള്ളത് ഇതിനകം തന്നെ കേരളീയ സമൂഹം മാത്രമല്ല കോടതി വരെ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം, ഈ പിന്നെ ജയരാജ് പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഈ വനിതാ സംവരണം. ജയരാജ് അങ്ങനെയല്ല കേട്ടോ, നിങ്ങളുടെ അല്ല മുൻകൈ എന്ന് പറയുന്നത്. 96-ൽ ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പിന്നെ ഈ വനിതാ സംവരണ ബിൽ ആദ്യമായി പാർലമെന്റിൽ വരുന്നത് കേട്ടോ. പാസ്സായില്ല. അത് കഴിഞ്ഞ് വാജ്പേയി 98-ൽ പ്രധാനമന്ത്രി വീണ്ടും വരുന്നുണ്ട്, പിന്നെ ലോക്സഭയിൽ പാർലമെന്റിൽ ഈ വനിതാ സംവരണ ബിൽ വരുന്നുണ്ട്, പാസ്സായില്ല. പിന്നെ UPA 2-ൽ പിന്നെ ഈ 2009-ലും 2010-ലും വീണ്ടും പാർലമെന്റിൽ ഈ വിഷയം വരുന്നുണ്ട്, വനിതാ സംവരണ ബിൽ. അന്നൊക്കെയും ഇപ്പോ കോൺഗ്രസ് ഉൾപ്പെടെ എതിർക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അന്നും എതിർപ്പിനിടയാക്കിയ ആധാരമായ വിഷയം. മറ്റൊന്നുമല്ല, അതിൻ്റെ അകത്ത് പിന്നെ പിന്നോക്ക സമുദായത്തിന് പ്രയോറിറ്റി ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആ 96 മുതലുള്ള തർക്ക വിഷയം. അതാണ് വനിതാ സംവരണ ബില്ലിനെ പിന്നെ പല ഘട്ടങ്ങളിലും പിന്നോട്ടടിപ്പിച്ചത്. ഇപ്പോഴും BJP അവതരിപ്പിച്ചു നിങ്ങൾ പറയുന്ന വനിതാ ബില്ലിന്റെ ഈ ഘട്ടത്തിലും ഇന്ത്യയിൽ വ്യാപകമായി നിശിതമായി വിമർശിക്കപ്പെടുന്ന വിഷയം എവിടെ? പിന്നോക്ക സംവരണം എന്നുള്ളത് തന്നെയാണ്. അത് നാളെയും നിങ്ങൾ നിയമമാക്കുമെന്ന് എപ്പോഴൊക്കെ പറയുന്നു എന്നൊക്കെയാണ് തയ്യാറെടുക്കുന്നു, അപ്പോഴൊക്കെ ഈ പ്രശ്നം ഉയർന്നു വരും. ഇതിലൊരു നിലപാടെടുക്കാൻ BJPക്ക് ആവുന്നില്ല. അവർ തന്നെയാണ് ജാതി സെൻസസിന്റെ പ്രശ്നവും വരുന്നത്. കാരണം ജാതി സെൻസസ് നടത്തിയാൽ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളാണ് 70% ഇന്ത്യൻ ജനസംഖ്യയിൽ എന്നുള്ള തെളിവ് പുറത്തു വരും. അത് സവർണ വരേണ്യവർഗത്തിന് തികച്ചും പ്രതികൂലമായി തന്നെ ഭവിക്കുകയും ചെയ്യും, രാഷ്ട്രീയമായി, പൊളിറ്റിക്കലി. അവിടെയാണ് പ്രശ്നം. ആ ക്രക്സ് മറന്നുകൊണ്ടാണ് എല്ലാ ചർച്ചകളും നടത്തുന്നത്. അത് രക്ഷിക്കില്ല, BJP കേരളത്തിൽ ഒട്ടും രക്ഷിക്കില്ല. ഇപ്പൊ ഇവിടെ ഞാൻ നീലിമ ചോദിച്ചതല്ല, ഈ വിഷയത്തിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ തൃശ്ശൂരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാത്രമാണ് മോദിയുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയം. മോദിയെ പോലെ തന്നെ ഇന്നലത്തെ പ്രസംഗത്തിൽ താങ്കളും കേട്ട് കാണുമല്ലോ, 18 പ്രാവശ്യം മോദി ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് എണ്ണി പറഞ്ഞത് 18 പ്രാവശ്യം. അപ്പോ പിന്നെ അതുപോലെ സുരേഷ് ഗോപിയോ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണ് മുൻപ് തന്നെ. അദ്ദേഹം കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചു തൃശ്ശൂർ മത്സരിക്കും ഞാൻ, മാത്രമല്ല കണ്ണൂരും അതും പ്രഖ്യാപിച്ചു. അപ്പൊ BJPയുടെ ഇന്ത്യയിലെ തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണ് ഈ സുരേഷ് ഗോപി. അദ്ദേഹത്തിനെ പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി ഉയർത്തി കാണിച്ചില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. ഏതായാലും അദ്ദേഹം അവിടെ മത്സരിക്കും. എന്തുകൊണ്ടാണ്? 4 മണ്ഡലങ്ങളെങ്കിലും ക്രൈസ്തവ വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഇതാണ് നോക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളുടെ ഭൂരിപക്ഷവും ഹൈന്ദവ വോട്ടുകളും ചേർത്ത് മുസ്ലിം വോട്ടുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു തേരോട്ടം എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ തൃശ്ശൂരും ഒല്ലൂരും പുതുക്കാട് ഇരിങ്ങാലക്കുട ഈ 4 മണ്ഡലങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നലത്തെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ ട്രപ്പീസിന് മുഴുവനും മോദി ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ പറയുന്ന പിന്നെ ഇപ്പോൾ താങ്കൾ വിശദീകരിച്ചല്ലോ, ഏതാ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഇനി ഇപ്പോഴും ആവർത്തിക്കാനുള്ളൂ. ഇതിന്റെ അകത്ത് ഈ സംഭവത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെ ആൾക്കാരെ, പിന്നെ അവിടെ കെജ്രിവാളിന്റെ, ജാർഖണ്ഡിലെ ആൾക്കാരുടെ ഒക്കെ പറയുന്നുണ്ട്, ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ ഇവിടെ എന്ന്? മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളത് എന്താണെന്നറിയാമോ? 2022 നവംബറിലെ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഒരു തീരുമാനം, ഒരു പ്രമേയമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനെ അല്ല മറികടക്കേണ്ടത് പിന്നെ മന്ത്രിസഭയെ നയിക്കുന്ന CPM-നെയാണ്.
നാഷണൽ എക്സിക്യൂട്ടീവിന്റെ പ്രമേയമാണ് കേട്ടോ 2022 നവംബർ. അത് മുതൽ ടാർഗറ്റഡ് ആണ് കൂടുതൽ. നേരത്തെ അങ്ങനെയല്ലല്ലോ. വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുകയാണ് പിന്നെ CPM-നെ. അപ്പോഴും CPM ചോദിക്കുന്ന ഇതാണ്, എന്താണ് നിങ്ങൾക്ക് അവതരിപ്പിക്കണം? അതാണല്ലോ ഗോവിന്ദമാഷ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ്? മുഴുവൻ അധികാരവും നിങ്ങളുടെ ഇരിക്കുകയല്ലേ. ആ ഇരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ കെട്ടഴിച്ചു വിട്ട് കയറൂരി വിട്ട് എവിടേക്കാണ് നിങ്ങൾ കയറ്റിവിട്ടത്? എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ഇപ്പോഴും ഇല്ലല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി തൃശ്ശൂർ പൊതുയോഗത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി മടങ്ങുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇത് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്കൽ ബാറ്റിലിൽ കേരളത്തിൽ എന്ന് പറയേണ്ടത് പൊളിറ്റിക്സ് ആണ്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം നേടിയ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കുറച്ച് കാര്യങ്ങൾ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയരാജ് കൈമൾ, നാരീശക്തിയെക്കുറിച്ചാണല്ലോ പ്രധാനമന്ത്രി ഇന്നലെ തേക്കിൻകാട് മൈതാനിയിൽ പ്രസംഗിച്ചത്. ഇവിടെ നമ്മുടെ സ്ത്രീരത്നങ്ങളായ വനിതാ ഗുസ്തി താരങ്ങളുടെ അവസ്ഥ എന്താണ്? അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾ, അവരൊന്നും ഈ നാരീശക്തിയുടെ ഭാഗമല്ലേ? അവരെ കൂടി കോർത്തിണക്കുന്നതല്ലേ യഥാർത്ഥ നാരീശക്തി എന്ന് പറയുന്നത്? ഇത്തരം വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുക? അവർ മാത്രമല്ല നീലിമ, വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും സ്ത്രീരത്നങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കാര്യത്തിൽ. നീലിമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വണ്ടിപ്പെരിയാറിൽ വളരെ കൃത്യമായി അപ്പീൽ പോയിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് വരാം. നീലിമയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ബാക്കി ഇതിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ ഇവിടെ ഉയർത്തിയ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ ഷിജു ഖാനും നേരത്തെ പറഞ്ഞു വെച്ചത്. നോക്കൂ, BJP ഒരു വിഷയം ഉയർത്തുന്നത് എപ്പോഴും അതിൻ്റെ പൊളിറ്റിക്കൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം, രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിഷയങ്ങൾ ഉയർത്തുകയും ഞങ്ങൾ ഭരണത്തിലേറുമ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം തൃശ്ശൂരിനെക്കുറിച്ചും സുരേഷ് ഗോപിയെക്കുറിച്ചും എന്തുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യം, മോദിക്ക് കഴിഞ്ഞ 9 കൊല്ലമായി താൻ ഈ രാജ്യത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ എണ്ണി പറഞ്ഞ് ഇത് മോദി ആയതുകൊണ്ടാണ്, ഇത് ഇന്ത്യയിൽ മോദി ഭരിച്ചതുകൊണ്ടാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് 10 കൊല്ലം ഭരിച്ച, നിങ്ങൾ കൂടെ പിന്തുണച്ച ഒരു സർക്കാരായിരുന്നല്ലോ ആദ്യത്തെ 5 കൊല്ലം, അല്ലെങ്കിൽ 4.5 കൊല്ലം ഭരിച്ചത് അതാരായിരുന്നു? ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല ഇത് മൻമോഹന്റെ ഗ്യാരണ്ടിയാണ് എന്ന്? ആ കാലഘട്ടത്തിൽ നിങ്ങൾ കൂടെ പിന്തുണച്ച ഒരു സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. രണ്ടാമത്തത് തീവ്രവാദം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. PFI ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിക്കുകയും അതിനെ പിടിച്ച് അവരുടെ ആളുകളെ പിടിച്ച് അകത്തിടാനും ഞങ്ങൾക്ക് സാധിച്ചുവെന്ന് ഉറപ്പായിട്ടുണ്ട്. പിന്നെ കാശ്മീരിൽ തീവ്രവാദത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ NCBRന്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ളൊരു പരാമർശം നിങ്ങളുടെ ഭാഗത്തുണ്ടായി. നോക്കൂ, ഇന്ന് BJPക്ക് ഭാരതത്തിൽ ഉടനീളം ഏകദേശം 45ഓളം ക്രിസ്ത്യൻ MLA-മാരുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് നരേന്ദ്രമോദി 2014 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അത് കേവലം 5 ആയിരുന്നു. ഞങ്ങൾക്ക് എണ്ണി പറയാൻ സാധിക്കും. ഗോവയിലാകട്ടെ 16 പേരുണ്ട്, മണിപ്പൂരിൽ 10 പേരുണ്ട്, നാഗാലാൻഡിൽ 12 പേരുണ്ട്, മേഘാലയയിൽ 2 പേരുണ്ട്, മിസോറാമിൽ 2 പേരുണ്ട്, ജാർഖണ്ഡിൽ 2 പേരുണ്ട്, ഗുജറാത്തിൽ ഒരാളുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിനേക്കാൾ ഇന്ന് കൂടുതൽ ക്രൈസ്തവ MLA-മാരുള്ള പാർട്ടി BJP-ആണ്. പിന്നെ BJP എന്തൊരു വരേണ്യവർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകൻ ഒരു ഇമേജ് ചമയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടായി. നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നാക്കക്കാരുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നാക്ക വിഭാഗത്ത് നിന്ന് MLA-മാരും MP-മാരും ഉള്ള ഞങ്ങൾക്ക് എപ്പോഴൊക്കെ രാജ്യത്തിൻ്റെ ഭരണം കിട്ടിയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായി പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് കൃത്യമായ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ ഏകദേശം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഏകദേശം 54%-ലധികം ആളുകൾ OBC വിഭാഗത്തിൽപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെടുന്നവരോ ആണ്. ഞങ്ങൾ ഒരിക്കലും ഒരാളെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അവർക്ക് ഈ പറയുന്ന വിലക്ക് കൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഞങ്ങൾക്കില്ല. എനിക്കൊരു വളരെ കൗതുകമുണ്ട്. ഞാൻ ആദ്യം ഉയർത്തിയ ഒരു സാധനം, ഇന്ന് അവിടെ ഈ പറയുന്ന ചാണകവെള്ളവും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും പോയതിനെ അപലപിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഈ പറയുന്ന ഷിജു ഖാൻ മറുപടി നൽകിയിട്ടുണ്ട്. ഷിജു ഖാൻ, നമുക്കത് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വളരെ കൃത്യമായി ഈ നുണകൾ ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമാകും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മോദി ഗ്യാരണ്ടി, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ മോദി മുന്നോട്ട് വെച്ച
മോദി ഗ്യാരണ്ടി കേരളം എത്രത്തോളം ഏറ്റെടുക്കും? വാസ്തവത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 2014 അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറയുകയുണ്ടായി. ഇന്ത്യൻ റെയിൽവേയിൽ 16 ലക്ഷം പേർ ജോലി ഉണ്ടായിരുന്നത് ഇപ്പോൾ 13 ലക്ഷമാണ്. 3 ലക്ഷം പേർ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. 2022 സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പാർലമെൻറ്റിനെ അറിയിച്ചത് ഏതാണ്ട് 10 ലക്ഷം ഒഴിവുകൾ ഇന്ത്യയിൽ ആകമാനം വിവിധങ്ങളായ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കിടക്കുന്നു, ഒഴിഞ്ഞു കിടക്കുന്നു. 10 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എവിടെ നിൽക്കുന്നു എന്നതുകൂടി ഒന്ന് പരിശോധിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കും, 15 ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ വരുമെന്ന് പ്രസംഗിച്ചവരാണ്. ആ പ്രസംഗം വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യണം. നീലിമയുടെയോ എൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള BJP നേതാവിൻ്റെയോ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് നിക്ഷേപിച്ചോ? ഇല്ല. ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്? കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി നോട്ട് നിരോധനം നടപ്പാക്കി. അപ്പോൾ നോട്ട് നിരോധനം നടപ്പാക്കിയതിന് ശേഷം പിൻവലിക്കപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന കറൻസിക്കും അനുരോധ്യമായിട്ടുള്ള പണം തിരികെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഏത് കള്ളപ്പണക്കാരെയാണ് പിടിച്ചത്? GSTയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ ഗുരുതരമായ അതിൻ്റെ പാളിച്ച ഇന്ന് സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി കാണണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയെയോ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയോ വിരൽ ചൂണ്ടി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കില്ല എന്നത് മാത്രമല്ല, BJPയുടെ പ്രതിനിധിക്കും ഈ ചർച്ചയിലില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ജോലി കൊടുത്ത NGO സ്ഥാപനം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അതോടൊപ്പം BJPയുടെ ടെലിവിഷൻ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്നതിൻ്റെ വലിയ ആരോപണം വന്നു. അദ്ദേഹത്തെയും കേന്ദ്ര ഗവൺമെൻറ് രക്ഷിച്ചെടുത്തു. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ എടുക്കുന്ന നിലപാടും സംശയാസ്പദമാണ്. പിന്നെ രാഷ്ട്രീയമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കാശ്മീരിൻ്റെ പദവി റദ്ദാക്കിയത് വലിയ കാര്യമായി BJP പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ 11 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ഭരണഘടനാ പദവി ഉണ്ടല്ലോ. 371 A മുതൽ H വരെയുള്ള വിവിധങ്ങളായ സംസ്ഥാനങ്ങളുണ്ടല്ലോ. നാഗാലാൻഡ് ഉണ്ടല്ലോ, ആസാം ഉണ്ടല്ലോ, സിക്കിം ഉണ്ടല്ലോ, മേഘാലയ ഉണ്ടല്ലോ. 11 സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഈ കാശ്മീരിനെ വിഭജിച്ചതുപോലെയും കാശ്മീരിൻ്റെ പദവി റദ്ദാക്കിയതുപോലെയുമുള്ള നിലപാട് ഇന്ത്യയിലെ BJP സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. ജമ്മു കാശ്മീർ സംസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ BJPക്കും RSSനും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. പിന്നെ മുത്തലാഖ് നിരോധന നിയമം ഇവിടെ നടപ്പാക്കിയതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നോക്ക വിഭാഗക്കാരെ ചേർത്ത് പിടിച്ചതിനെ കുറിച്ച് BJP പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു 2014 തെരഞ്ഞെടുപ്പ്? 282 BJPയുടെ MPമാർ ഇന്ത്യൻ പാർലമെന്റിൽ ജയിച്ചു വന്ന് ഇന്ത്യ ഗവൺമെന്റ് BJPയായി മാറുമ്പോൾ ഒരൊറ്റ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളില്ല പാർലമെന്റിൽ. BJPക്ക് ഒരു MP ഇല്ല. 2019 18 കോടി ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളുണ്ട്. BJPയുടെ പ്രതിനിധാനത്ര 1. ഇന്ത്യയിലെ ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ BJPക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല പല ഘട്ടങ്ങളിലും. ഇതാണോ പിന്നോക്ക വിഭാഗക്കാരോടുള്ള തൃശൂർ ഉൾപ്പെടെ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ പെരുംനുണകൾ കൊണ്ട് കഴിയുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. പദവിക്കനുസരിച്ച പ്രതികരണമാണോ, പ്രസംഗമാണോ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഷിജു ഖാൻ, ജയരാജ് കൈമൾ, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.